ഈ കവറ് പണ്ടത്തെ ഭാസ്കർ റോബിൻസിൻ്റെ കവറാണ്. പണ്ടൊക്കെ ദുബായിൽ ഭാസ്കർ റോബിൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഈ അലമാരി തപ്പിയപ്പോൾ കവർ കിട്ടിയതാണ്. അപ്പോൾ ഇക്കാക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ കൊടുത്തയച്ചതാണ് ഞാൻ. ഇതിൽ കുറച്ച് പരിപ്പ്, പയറ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. മുളക് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കടലപ്പരിപ്പുണ്ട്. ഇത് വെച്ചിട്ട് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അത് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പരിപ്പില്ലേ, അതാണ് കേട്ടോ പരിപ്പ് വടയ്ക്ക് പറ്റിയത്. ആ പരിപ്പാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് വെള്ളത്തിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മൂടി വെക്കണം. ഇനി നാളെ രാവിലെ അത് അരച്ചൊക്കെ വെച്ചിട്ട് വൈകിട്ടാവുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു സുലൈമാനി കുടിക്കാൻ തോന്നി. അപ്പോൾ കറണ്ട് ഇല്ലാണ്ടായപ്പോൾ ബയോഗ്യാസ് കത്തിക്കാൻ നോക്കിയതാണ്. രാവിലെ കുറച്ച് ഗ്യാസ് എടുത്ത കാരണം ഇപ്പോൾ വളരെ കുറവുള്ളൂ. അപ്പോൾ ചായ തിളക്കുന്നവരെ അവിടെ നോക്കിക്കാണ് കേട്ടോ. അങ്ങനെ അപ്പം ഉണ്ട് അടുത്ത വീട്ടിൽ നിന്ന് കൊള്ളി കൊണ്ടുവന്നേക്കണം. നല്ല വലുപ്പമൊക്കെ ഉള്ള കൊള്ളിയാണ്. പക്ഷേ മഴക്കാലമായ കാരണം വെന്ത് കിട്ടുമോയെന്നാണ് സംശയം. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നെന്തായാലും എടുക്കണില്ല. അപ്പോഴേക്കും ചായക്കതേ തിളച്ചു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ്. നന്നായിട്ട് തിളച്ച് മറിഞ്ഞൊന്നുമില്ല. തീക്ക് അധികം ഫോഴ്സ് ഇല്ല. കഴിയാറായി. ഇനി ഗ്യാസൊക്കെ എടുത്തു വെച്ചിട്ട് വേണം. അത് കാരണം പിന്നെ ഞാൻ മടി പിടിച്ചിട്ട് ചായ അതുമ്പോൾ തന്നെ വെച്ചത്. അങ്ങനെ ചായയൊക്കെ കൂട്ടി മുറുക്ക് കൂട്ടിയിട്ട് കഴിക്കാനൊരു പൂതി തോന്നിയിട്ട് മുറുക്ക് ഞാൻ പെരുന്നാളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രക്കായി എടുത്തെടുത്ത്. അപ്പോൾ ഇതെടുത്തപ്പോൾ ഇക്കയും മോള് ഓരോന്ന് എൻ്റെ നിന്ന് വാങ്ങി കഴിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കണം. എല്ലാവരും കുടിക്കണില്ല, ഞാൻ മാത്രമേ ചായ കുടിക്കണുള്ളൂ കേട്ടോ. അവർക്കൊന്നും ചായ വേണ്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ കുടിക്കില്ല. ഞാൻ വല്ലപ്പോഴും ഇതേപോലെ ഉണ്ടാക്കി കുടിക്കും. അങ്ങനെ ചായ കുടിക്കട്ടെ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ രാവിലെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ ഞാനതെടുത്ത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ലുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയാണ്, ഓയിലല്ല, വെളിച്ചെണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് മീനിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ തടവണത് മീനെ അടിയിൽ ആ ഗ്രില്ലുമ്പോൾ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ വെച്ചാലും എന്ത് കിട്ടും. അത്രക്ക് വേവുള്ളൂ ഈ മീനിന് കേട്ടോ. പിലോപ്പിയാണ്, കണ്ടില്ലേ? പിലോപ്പി നല്ല വലിപ്പമുള്ള പിലോപ്പി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പുഴമീനുകളല്ലേ കിട്ടണത്. കടൽ മീൻ ഇപ്പോൾ വാങ്ങിക്കാനും ഇല്ല, ഭയങ്കര വിലയില്ലേ കടൽ മീനിനിപ്പോൾ. അത് കാരണം പുഴമീനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത് റെഡി ആയിട്ട് വരും. അപ്പോൾ ഡിന്നർ കഴിക്കാമെന്നുള്ളതിന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് മറച്ച് വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ 2 ഭാഗം ഒരുപോലെ ഇരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിരുന്ന് ഡിന്നർ കഴിക്കട്ടെ. കുറച്ച് കുക്കുംബറും കുറച്ച് തണ്ണിമത്തനും ഒരു കുഞ്ഞു കഷ്ണം പഴവും ഉണ്ടായിരുന്നു രാവിലത്തെ. ബാക്കി അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഡിന്നർ.